എറണാകുളത്ത് ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഗേറ്റിന്റെ ഒരു ഭാഗം തകർത്ത് പ്രതിഷേധക്കാർ ബിഷപ്പ് ഹൗസിനകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷം. അതിന് ഒട്ടും അയവ് വരുന്നില്ല. ഇപ്പോൾ കൊച്ചി DCP കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അശ്വതി ജിജി കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ വഴങ്ങുന്നില്ല. വിമത വിഭാഗം വൈദികരെ അകത്ത് പ്രവേശിപ്പിക്കണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിൽ മാത്രമേ പിന്തിരിയൂ എന്നതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. അവരുടെ സമീപനം അതാണ്. പക്ഷേ അതിന് പോലീസ് വഴങ്ങുന്നില്ല. പോലീസ് ഗോബാക്ക് മുദ്രാവാക്യം വിളികൾ ഇപ്പോൾ അവിടെ മുഴങ്ങുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എറണാകുളത്ത് ബിഷപ്പ് ഹൗസിന് മുൻപിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. വിമത വിഭാഗം അവിടെ സംഘടിച്ചെത്തിയിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ബിഷപ്പ് ഹൗസിനകത്ത്. അവിടെ നിന്ന് വൈദികരെ നീക്കം ചെയ്യുകയുണ്ടായി. വീണ്ടും അവരെ ബിഷപ്പ് ഹൗസിനകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്നതാണ് വിമത വിഭാഗത്തിന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് അതിന് വഴങ്ങുന്നില്ല. ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ബിഷപ്പ് ഹൗസിനകത്ത് പ്രതിഷേധം അനുവദിക്കില്ല. പക്ഷേ പുറത്ത് സമാധാനപരമായി പ്രതിഷേധിക്കാം. അതിന് അവർക്ക് അനുമതിയുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് പറ്റില്ല. അകത്തേക്ക് പ്രവേശിക്കണം. അവിടെ പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വൈദികൻ. അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് മടങ്ങുകയാണ്. പ്രതിഷേധക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഗേറ്റ് തകർക്കാൻ വിമത വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. കയർ കൊണ്ടുവന്ന് ഗേറ്റിൽ കെട്ടിവലിച്ച് അത് തുറക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അങ്ങനെ ശ്രമിച്ചപ്പോൾ ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട്. അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമം ഉണ്ടാകുന്നു. വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഈ സംഘർഷ സ്ഥലത്ത് നിന്ന്. വിഷ്ണു, ഒരു തരത്തിലുള്ള അനുനയത്തിനും അവർ വഴങ്ങുന്നില്ല എന്നാണോ വിഷ്ണു? ഉന്മേഷ, നിലവിൽ ചർച്ചയ്ക്ക് അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് DCP അശ്വതി ജിജി ഇങ്ങോട്ടേക്ക് എത്തിയത്. അശ്വതി ജിജിയും അതോടൊപ്പം തന്നെ ഈ വൈദിക സംരക്ഷണ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാണ്, അതോടൊപ്പം മറ്റ് 2-3 അച്ഛന്മാരും ചേർന്നാണ് ഈ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ വൈദികരെ ഇതിനകത്ത് കയറ്റണം, ബിഷപ്പ് ഹൗസിനകത്ത് കയറ്റണം. കാരണം അത് അവരുടെ മാതൃസ്ഥാനമാണ്. അവിടെ നിന്ന് അവരെ ആർക്കും പുറത്താക്കാൻ അനുവാദമില്ല. അവർ സമാധാനപരമായി പ്രാർത്ഥനായജ്ഞം നടത്തുകയാണ്. പ്രതിഷേധ സൂചകമെങ്കിലും സമാധാനപരമായിരുന്നു ആ പ്രാർത്ഥനായജ്ഞം. പക്ഷേ അതിന് ഒരു വിലയും നൽകാതെ ബലം പ്രയോഗിച്ച് അവരെ അവരുടെ മാതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് അത് തീർത്തും ജനാധിപത്യ വിരുദ്ധം എന്നാണ് ഈ അൽമായ കൂട്ടവും അതോടൊപ്പം തന്നെ വൈദിക സംരക്ഷണ സമിതിയൊക്കെ ഉന്നയിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 50-ലധികം വരുന്ന വൈദികർ ഈ ബിഷപ്പ് ഹൗസിന് മുൻപിലും 50-ലധികം വരുന്ന വൈദികർ ബസലിക്കയ്ക്ക് മുമ്പിലുമുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധ കടൽ വൈദികരുടെ നേതൃത്വത്തിന് തീർക്കുകയാണ്. ഒപ്പം വിശ്വാസികളുമുണ്ട്. ഇനി അശ്വതി ജിജി DCPയും അതോടൊപ്പം തന്നെ ഈ വൈദിക സംരക്ഷണ സമിതിയും തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട തീരുമാനം ആയി വരേണ്ടത് അത് ഈ വൈദികരുടെ ബിഷപ്പ് ഹൗസിലേക്കുള്ള പ്രവേശനമാണ്. അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും പ്രതിഷേധത്തിന്റെ മുഖവും സ്വരവും ഒക്കെ മാറും. ഇപ്പോൾ തന്നെ അത് ഏറെക്കുറെ മാറി തുടങ്ങിയിട്ടുണ്ട്. പോലീസുമായുള്ള സംഘർഷ സാധ്യതയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഇനി
ഇനിയും അത് തുടരാൻ തന്നെയായിരിക്കും അത്തരത്തിൽ അനുകൂല തീരുമാനത്തിലേക്ക് അവരെ തീരുമാനമെന്ന് അവർ പറയുന്നു. അതിൽ ഒറ്റ തീരുമാനം, അതിനുശേഷം അവർക്ക് ആവശ്യം ഈ കൂരിയ നിയമനം മാറ്റണം, ജോഷി പുതുവയെ കൂരിയ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനയജ്ഞമടക്കം തുടങ്ങിയത്. അതിലൊരു തീരുമാനവും ഉടൻ വേണം. ഇതിനോടകം തന്നെ 21 വൈദികർ പ്രതിഷേധിച്ചതിൽ അതിൽ 6 പേർക്കെതിരെ നിയമ നടപടി സസ്പെൻഷൻ നടപടി സ്വീകരിക്കുകയും ബാക്കി 4 പേർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. അങ്ങനെ പ്രതികാര നടപടി സഭയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുവെന്നാണ് ഈ വൈദികർ എല്ലാവരും ആരോപിക്കുന്നത്. അതായത് ന്യായം ഞങ്ങളുടെ ഭാഗത്തായിട്ടും ഞങ്ങളുടെ വിശദീകരണം പോലും കേൾക്കാതെ ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, സമാധാനപരമായി സമരം ചെയ്ത് ഞങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണ് വൈദികർ ഉന്നയിക്കുന്നത്. കയറിയിരിക്കും, വെടിവെച്ചാലും ശരി, അകത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക, ജയിലിൽ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി ഞങ്ങൾ ജാമ്യം അടിക്കല, ജയിലിലേക്ക് അവിടെ നിരാഹാരം കിടക്കും. അതാ തീരുമാനം. അതാണ് ഒരു മാത്രം പോന്നാൽ മതി എന്നും പറഞ്ഞാണ് ഈ വന്നിരിക്കുന്നത്. അതാണ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അത് ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്താലും അല്ലെങ്കിൽ നോട്ടീസ് നൽകിയാലും ഒന്നുമില്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന അൽമായ മുന്നേറ്റവും അതോടൊപ്പം വൈദിക സംരക്ഷണ സമിതിയൊക്കെ ഒന്നിച്ച് പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ ആവശ്യപ്പെടുന്നത് ഈ കൂരിയ സ്ഥാനത്ത് നിന്ന് ജോഷി പുതുവെ മാറ്റണം. അതോടൊപ്പം തന്നെ അതിനെതിരെ പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടത്തിയ വൈദികർക്ക് പോലീസ് ആക്രമണം അടക്കം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക നിലപാട്, പക്ഷേ സഭ തന്നെ അതിലൊരു പരാതി നൽകാൻ തയ്യാറാകണം. തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. നിലവിൽ ഈ സമരം ഇപ്പോൾ നടക്കുന്ന ഈ ബിഷപ്പ് ഹൗസിന് മുൻപിൽ നടക്കുന്ന പ്രതിഷേധം വൈദികരെ അകത്ത് കയറ്റുന്നതിന് വേണ്ടിയാണ്. അവർ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ബിഷപ്പ് ഹൗസിനകത്ത് ഇരുന്ന് പ്രാർത്ഥനായജ്ഞം നടത്തിയത്, അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഈ കൂരിയ സ്ഥാനത്ത് നിന്ന് ജോഷി പുതുവെ മാറ്റുന്നത് വരെ സമരം തുടരാനാണ് തീരുമാനം. അത് അകത്തിരുന്ന് തന്നെ പ്രാർത്ഥനയജ്ഞം നടത്താനുള്ള സൗകര്യം ഒരുക്കി തരണം. അതല്ല എങ്കിൽ അത് ജനാധിപത്യ നിലപാടാണ്. കാരണം ജനാധിപത്യപരമായ അല്ലെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, സഭാവിരുദ്ധമാണ്. വൈദികർ സംബന്ധിച്ചിടത്തോളം അവരുടെ കരോൺ നിയമപ്രകാരമൊക്കെ ഉള്ള ലംഘനമാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും. ജില്ലാ ഭരണകൂടം അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കളക്ടർ ADM നിർദ്ദേശിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക്. അല്പസമയത്തിനകം തന്നെ ADM എത്തും. അതിനെല്ലാം അപ്പുറത്ത് ഇതിലൊരു തീരുമാനം വേണം. ബിഷപ്പ് ഹൗസിനകത്തേക്ക് ഈ വൈദികർക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭ്യമാക്കണം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറല്ല. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനവും ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ പ്രതിസന്ധിയൊക്കെ തുടരുകയാണ്. ആദ്യം ഈ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുർബാനത്തർക്കം, ഇപ്പോൾ ഈ കുരിയ നിയമനം, അങ്ങനെ തുടർച്ചയായി സഭ കലുഷിതമാകുകയാണ്. ഈ സഭയെ സ്വതന്ത്രമാക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഒരു വശത്ത് നിന്ന് ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ച വേണമെന്ന് നടക്കുന്നു. ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിനഡ് കൂടിയിരുന്നു. പക്ഷേ ആ സിനഡിലും പുതിയ ആർച്ച് ബിഷപ്പായി വന്ന റഫേൽ തട്ടിലും ഒക്കെ പ്രതീക്ഷ ഈ അൽമായ മുന്നേറ്റത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ തങ്ങൾക്കൊപ്പം ആരുമില്ല, ഔദ്യോഗിക നേതൃത്വം അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ഒന്നും ഞങ്ങളുടെ വാദം കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് തന്നെ പറയാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു നിലപാടിലാണ് അവർ ഈ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരംഭിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് നിലവിൽ ഈ സമിതിയുടെയും അതോടൊപ്പം അൽമായ മുന്നേറ്റത്തിൻ്റെയൊക്കെ തീരുമാനം. വലിയ പോലീസ് സന്നാഹം ബസലിക്കയിലും അതോടൊപ്പം തന്നെ ബിഷപ്പ് ഹൗസിന് മുൻപിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് എത്രത്തോളം ഇവരെ പിടിച്ചു കിട്ടാനാകുമെന്നുള്ളതിൽ ഒരു തർക്കമുണ്ട്. 2-1 അതറിഞ്ഞിട്ടേ ഇവിടെ നിന്ന് പോകൂ എന്നൊരു തീരുമാനത്തിലാണ് ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശ്വാസികൾ വൈകിട്ടോടെ എത്തും. വിവിധ ഇടവകളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തും. പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനാണ് നിലവിൽ തീരുമാനം. ആ ഗേറ്റ് പൊളിക്കാനുള്ള ശ്രമം നേരത്തെ അൽമായക്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് അവിടെ ആ ഗേറ്റ് ഒരു ഭാഗം ഒളിഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ACP രാജ്കുമാറിന് അടക്കമുള്ള ആളുകൾ മുൻനിരയിൽ നിന്ന് ആ ഗേറ്റ് സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ ചർച്ച വിഫലമായാൽ ഈ ഗേറ്റിലേക്ക് വീണ്ടും അല്ലെങ്കിൽ ഗേറ്റ് പൊളിക്കുന്ന നടപടിയിലേക്ക് വീണ്ടും ഈ അൽമായ മുന്നേറ്റം മാറും. ഒരു തരത്തിലും ഈ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടിനെ അംഗീകരിക്കാനാവില്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ ആണിപ്പോൾ ചർച്ച നടത്തുന്നത്. ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു കൃത്യമായ തീരുമാനം വേണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരൊറ്റ തീരുമാനം മാത്രമാണ്. ഒറ്റ തീരുമാനം എന്താണ്
രാജ്യത്ത് പറഞ്ഞു കേൾക്കണം ശരിയാണെന്നറിയില്ല. ചില വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ ഇവരുടെയൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഔദ്യോഗിക തീരുമാനം ആയി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രതിഷേധം ഇവിടെ കടുപ്പിക്കുന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലൊരു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവിടെ സമവായ ചർച്ച നടക്കുകയാണ്. ബിഷപ്പ് ഹൗസിലേക്ക് വൈദികരെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.